Audience. എനിക്ക് ഉറക്കം വന്ന് ഇരിക്കായിരുന്നു. ഇതെന്താ തലവേദന എടുത്തിട്ട് പോയി അമ്മാ. നമ്മുടെ ഇങ്ങനെ ഇറങ്ങി നടക്കല്ലേ പരപ്പിന്. സ്കൂളിൻ്റെ അടുത്ത് ഇന്നൊരു മറ്റേ തുണിക്കടയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പം നമ്മളെ പഞ്ചായത്തിലെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എല്ലാവരെയും വിളിച്ച് അവരൊരു സാരിയും ഭക്ഷണമൊക്കെ തന്നു ഗിഫ്റ്റായിട്ട്. ഇത് ക്ലീറ്റോന് കിട്ടിയ സാരിയാണോ? അതവര് ഗിഫ്റ്റ് തന്നത്. അതെ. ഓ അത് ഞാൻ പറയാം. ഞാൻ ഒന്ന് നോക്കട്ടെ, മിണ്ടാതിരിക്കും. മനുഷ്യൻ ചാവാൻ കിടന്നാല് എന്റെ അമ്മേ, ക്ലീറ്റോ എനിക്ക് ഈ കളറാ ഇഷ്ടം. ക്ലീറ്റോനെ എങ്ങനെ അറിയാം? അതെ, അത് അവര് തന്നതാണ്. നീ എനിക്ക് അച്ഛൻ ബാം എടുത്തോണ്ട് പോവാ. ഞാൻ ഇത്തിരി തലവേദന. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്ലീറ്റോ. ആരോട് ഞാൻ പറയാം, എടുത്തു തരാൻ പൊന്നെ. ഓ അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷായി. കരവാസത്തിലേക്ക് കൊടുക്കാനുള്ളത് അമ്മണി ചേച്ചിയുടെ. ദൈവമേ, ഇതിന് മജന്ത ബ്ലൗസ് ബാം എടുത്തോണ്ട് വരുമോ? തലവേദന എടുത്തിട്ട് അവിടെ പോയി അവിടെ പോയി വെയിലത്ത് നിന്നിട്ടേ. ചേട്ടാ അവിടെ ഞാൻ തലവേദന ബാം എടുക്കാൻ പറഞ്ഞിട്ട്. ഇതെന്തോ? ഇത് നമ്മുടെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു കട ഉദ്ഘാടനം, തുണിക്കട. അവിടെ പോയപ്പോ പങ്കെടുത്ത് നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയ പ്രതിനിധികൾക്ക് എല്ലാം ഓരോ ഗിഫ്റ്റ് തന്നെ. സാരിയാ? കിട്ടിയതാണോ? ഓ അടിപൊളി. ചത്താലെങ്കിലും ബാമ്പ് കൊണ്ടുവരുമോ? ഓ നല്ല സാരി. ഇത് ഞാൻ എടുത്തോട്ടെ? ഞാൻ എടുത്തോട്ടെ ഇത്? അല്ല, അത് നിനക്ക് വേറെ മേടിച്ചു തരാമോ? പിന്നെ അതിന്റെ വെറുതെ കാശ് കളയണത്? എനിക്കിത് മതി. എടി, നിനക്ക് ഞാൻ വേറെ മേടിച്ച് തരാം. നല്ല രസമില്ലേ? അതെ, നിനക്ക് ഈ കളർ ചേരണില്ല. പിന്നെ എനിക്ക് ഈ കളറിലുള്ള എത്ര ചുരിദാറുണ്ടെന്ന് അറിയോ? ബാമ്പ് കിട്ടിയില്ലേടി? എടുത്തോട്ടെ ക്ലീറ്റോ ചേട്ടാ. ലില്ലി മോളെ, ഞാൻ നിനക്ക് വേറെ ഇത് മതി, ഇത് മതി, ഇത് മതി. ഞാൻ എടുത്തേ. അതെ, ഞാൻ പറയുന്നത് കേക്ക്. ഇഷ്ടമുള്ള കളറിൽ വേറെ മേടിച്ചു തരാം ഞാൻ. വേണ്ട, ഇത് മതിയെന്ന്. ഇതിന് റെഡ് ബ്ലൗസ് ഇട്ട പൊളിയായിരിക്കും. അതെ ലില്ലി, എനിക്കിത് മതിയെന്ന്. ഓ, കിട്ടി. ക്ലീറ്റോ തന്നെ എവിടെയെങ്കിലും ഒക്കെ എടുത്തു വെക്കും തലവേദന വരുമ്പോ. തല പൊട്ടിട്ട് ഗുളിക ഇരിപ്പുണ്ടാ? ഗുളിക തരാം, ആദ്യം ഇത് തേച്ചിട്ടേ. സാരി എവിടെ? സാരി എവിടെ? അതെ, ലില്ലി മോള് വന്നിട്ടേ അവൾക്ക് വേണമെന്ന് പറഞ്ഞ അവള് എടുത്തോണ്ട് പോയി. എന്താന്ന്? എടി, ലില്ലി മോള് വേണോ, അവള് വേണോന്ന് പറഞ്ഞ എടുത്തിട്ട് പോയി. അല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് തലവേദനയ്ക്ക് ഒരു കുന്തം ഞാൻ തരില്ല. മോറോടുന്നു. നിങ്ങൾക്ക് കണ്ണിച്ചൊരാന്ന് പറഞ്ഞതുണ്ടോ? കണ്ണിച്ചൊരാന്ന് പറഞ്ഞുണ്ടോ ക്ലീറ്റോ? എന്തോന്നടി നിനക്ക് കൊടുത്തത്? അവളത് വേണമെന്ന് പറഞ്ഞ എടുത്തിട്ട് പോയത്. നിങ്ങളുടെ മോനിന്റെ കൊഴുക്കോട്ടയായിരുന്നോ? അടങ്ങാൻ പറ്റൂല. എനിക്ക് കൊണ്ടുവന്ന സാരി എനിക്ക് ഇപ്പൊ കിട്ടണം. അതെ, നിനക്ക് ഞാൻ വേറെ വാങ്ങിച്ചു തരാം. അങ്ങനെ നിങ്ങളുടെ പെങ്ങൾക്ക് വേറെ സാരി എടുത്തോണ്ട് കൊടുത്താൽ പോരായിരുന്നോ? എടി, അതാ ലില്ലി കൊച്ചു, അവൾക്ക് അത് ഇഷ്ടപ്പെട്ട് അവൾക്ക് ചേർന്ന കളറിലൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഞാൻ വേറെ വാങ്ങി തരാം. എനിക്ക് വേണ്ട. അത് കൊള്ളാം. പഞ്ചസാര മേടിക്കാൻ പോയ ആള് സാരിയും കൊണ്ട് തിരിച്ചു വന്നു. അയ്യോ, പഞ്ചസാര വാങ്ങിക്കാൻ മറന്നുപോയി. ഇത് ക്ലീറ്റോ ചേട്ടന് ഗിഫ്റ്റ് കിട്ടിയതാ എനിക്ക് വന്ന്. എന്തുവാ കുന്തോണെന്ന്? എന്തുവാ? എവിടെ ഇരുന്ന സാരിയാ? അവിടെ ഇരുന്ന സാരി ആണോ? ക്ലീറ്റോ എനിക്ക് വേണ്ടി മേടിച്ചിട്ട് വന്ന സാരി നീ ആരോട് വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നത്? അയ്യേ, എന്താ? ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചത്. ഇത് ക്ലീറ്റോ ചേട്ടന് ഗിഫ്റ്റ് കിട്ടിയ സാരിയാ. അത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ എടുത്തോളാൻ പറഞ്ഞു. അതിന് പറയാ വാങ്ങിച്ചു കൊണ്ടുവന്നു. റൊണാൾഡേ, സത്യം പറഞ്ഞാൽ ചിലപ്പോ ഗിഫ്റ്റ് കിട്ടിയതായിരിക്കും. പക്ഷേ ക്ലീറ്റോ അത് എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ നീല, അത് എനിക്ക് വേണ്ടിയിട്ട് നോക്കി എടുത്തിട്ട് വന്ന സാരിയാണ്. അത് നിന്നോട് ആര് ഗിഫ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് പിന്നെ നീലയാണോ നോക്കുമല്ലോ. അബദ്ധവശാൽ എങ്ങാണ്ട് നീല സാരി കിട്ടി. ഇതിപ്പോ എനിക്ക് തന്നില്ല. ഞാൻ അവിടെ തേക്കുംകഴ പോലെ നിപ്പുണ്ടല്ലോ. എന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കുമ്പോ എന്നോട് ചോദിക്കണ്ടേ റൊണാൾഡേ? ചേച്ചി അവിടെ തേക്കുംകഴ പോലെ നിൽക്കുന്ന ഞാൻ കണ്ടില്ല. അല്ലെ തന്നെ ക്ലീറ്റോ ചേട്ടന് കിട്ടിയ സാരി ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ക്ലീറ്റോ ചേട്ടൻ എനിക്ക് തന്നു. പിന്നെ ചേച്ചിയുടെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ശരി, ഇപ്പൊ മനസ്സിലായല്ലോ. ഇതെന്റെ സാരിയാണ്, ക്ലീറ്റോ എനിക്ക് വേണ്ടി തന്നതാണ്. തരത്തില്ല.
അങ്ങനെയാണെങ്കിൽ ക്ലീറ്റോ ചേട്ടൻ ആദ്യമേ പറയണായിരുന്നു എഴുതി അവക്ക് കൊടുത്ത സാരിയാണ്, നിനക്ക് ഞാൻ വേറെ മേടിച്ചു തരാന്ന് പറഞ്ഞില്ല. പെങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് കൊണ്ട്, അതുകൊണ്ട് മാത്രം. അല്ലാതെ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് ചേച്ചി നിർത്തി ചേച്ചി. ആ മനുഷ്യൻ രാവിലെ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് നെഗറ്റീവ് പറഞ്ഞ് അങ്ങ് മൂടും. എന്നിട്ട് ഇപ്പൊ ഒരു സാരി ആയിട്ട് വന്നപ്പോഴത്തേക്ക് ക്ലീറ്റോ ചേട്ടൻ അങ്ങ് പുണ്യാളനായി. ഈ ക്ലീറ്റോ എന്ന് പറഞ്ഞ ആരാ? എന്റെ ഭർത്താവ്. തള്ള ചവിട്ടിയ പുള്ളക്ക് കേടില്ല. ഇങ്ങോട്ട് നോക്ക്, ഈ ക്ലീറ്റോ എന്ന് പറഞ്ഞ ആരാ? എന്റെ ചേട്ടനാ, കേട്ടല്ലോ. എന്റെ ചേട്ടനായി കഴിഞ്ഞിട്ടല്ലേ ചേച്ചിയുടെ ഭർത്താവായത്. അപ്പൊ എനിക്കാണ് ഇതിനുള്ള അർഹത. പക്ഷെ ഇത് കൊടുങ്ങാവിള ഫാമിലിക്ക് ഭയങ്കര ഞങ്ങളങ്ങ് സഹിച്ചോളാം. വല്ല കാര്യമുണ്ടോ? ചെറിയ രീതിയിൽ തീരുന്ന പ്രശ്നമാണ്. എന്റെ അച്ഛാ ഇത് അവിടെ ഇരിക്കുവായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു നല്ല സാരിയാണെങ്കിൽ ഇത് എവിടുന്നാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഗിഫ്റ്റ് കിട്ടിയാന്ന് പറഞ്ഞു. ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞു എടുത്തോന്ന് പറഞ്ഞു. ചേച്ചിക്കാണെങ്കിൽ അപ്പൊ തന്നെ പറയായിരുന്നല്ലോ, പറഞ്ഞില്ലല്ലോ. പിന്നെ ചേച്ചി ഇവിടെ കിടന്ന് വന്ന് അട്ടഹാസം മുടക്കേണ്ട കാര്യമൊന്നുമില്ല, പോയി പണിതിരക്കാൻ പ്രഭോ. സംഗതി കലിപ്പാണല്ലേ. ഇത് കുറെ കിടന്ന് പുകയും, പിന്നെ പൊട്ടും, ലാസ്റ്റ് നാറും. തങ്കം ചേട്ടത്തി ഇവിടെ ഒരാളുടെ ചേട്ടത്തി ഇല്ല, ഒരു അനിയത്തി ഇല്ല, ആരുമില്ല. എല്ലാരും ഇറങ്ങി പൊക്കോണം. കാര്യം കാണാൻ തങ്കം ചേട്ടത്തി, കൂട്ട് നിൽക്കാൻ വേറെ ആൾക്കാർ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ ആരും അങ്ങനെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. നീ എന്നോട് ഇത് ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അവിടെ വന്ന് സാരി ചോദിച്ചപ്പോ നീ എന്താ കാണിച്ചത്? കേട്ടോണ്ടിരുന്നു. അല്ല, ഞാൻ തിരിഞ്ഞപ്പോ നീ ചിരിച്ചില്ലേ? ഞാൻ ചിരിച്ചു റൊണാൾഡോ ഞാൻ കണ്ടു. എന്റെ ലൂർന്ന് മാതാവേ, ഞാൻ ചിരിച്ചില്ല. ഇല്ല, ചിരിച്ചു. വേറൊരു കാര്യം, എന്ത്? ഞാൻ അവളോട് പറഞ്ഞു ഇത് നിങ്ങൾ കൊടുങ്ങാവിള കുടുംബത്തിന് മൊത്തം നാണക്കേടാണെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു അത് ഞങ്ങള് സഹിച്ചെന്ന്. ആരാ ഞങ്ങള്? കൊടങ്ങാവിള കുടുംബത്തിൽ നീയുണ്ട്. നീ അവളുടെ ചേട്ടനാണ്. നിനക്ക് എന്നോട് ഒരു തരി സ്നേഹമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് എനിക്കെതിരെ അല്ല അവക്കെതിരെ ശബ്ദം വന്നേനെ നിന്റെ. ഇല്ലേ? നീ ഒരു അക്ഷരം മിണ്ടി അവിടെ വെച്ച്. എന്നിട്ട് ഇപ്പൊ തങ്കം ചേട്ടത്തിനെ ചോദിച്ചു വന്നേക്കുന്നു. തങ്കം ചേട്ടത്തി ചത്ത്. അല്ലാതെ അത്രയും ഒച്ചപ്പാട്ടിൽ തങ്കം ചേട്ടത്തെ എവിടെ സംസാരിക്കുമ്പോ ചിലപ്പോ അവൾ ആ സാരി തിരിച്ചു തരുമെന്നൊരു എന്തിനാ വന്നേ? കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഉണ്ടായാലും തരൂല. അവളുടെ അടുത്ത് പോയി കഴിച്ചാ മതി. അവള് കഴിക്കാൻ വിളിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട്. വേണമെങ്കിൽ കണക്കായി പോയി. വേണ്ടാന്ന് എന്തുകൊണ്ട് പറഞ്ഞൂടെ കേക്ക്. എനിക്ക് കേക്കണ്ട. കേട്ടേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് തങ്കം ചേട്ടത്തെ അടുത്ത് നീ കാണിച്ചത് ഒട്ടും ശരിയായില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവൾ അവിടെ നിന്നോണ്ട് സിംഹത്തിനോട്ട് അലറി. അങ്ങനൊന്നും നീ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞൊന്നുമില്ലെങ്കിൽ പ്രായത്തെ നോക്കണ്ടേ. എല്ലാ കാര്യങ്ങളും രണ്ട് കൈ നീട്ടി തരുന്ന സ്ത്രീയാണ് അവര്. നീ എന്തിനാ അങ്ങനെ കാണിച്ചു എന്ന് ചോദിച്ചു. ക്ലീറ്റ മറ്റു സ്നേഹത്തോടെ അവർക്ക് മേടിച്ചോണ്ട് കൊടുത്ത നീ എന്തിനാ എടുത്തോണ്ട് വന്ന് ഞാൻ ചോദിച്ചു. അതിന് പെങ്ങളായാലും എന്റെ അമ്മയായാലും ആരാണ് ഞാൻ പറയും. പച്ചമോട്ട വെള്ളം അടിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു കേട്ടതി പറയാതെ ഞാൻ വരത്തില്ല ഒരിക്കലും. എനിക്കറിയാം നീ പറയുന്നു. പക്ഷേ ഇല്ലേ, നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു തരിമ്പ് അവളുടെ ഉള്ളിലില്ല. അത് അവളുടെ സ്വഭാവം. കൊച്ചിലെ അവളൊരു കാര്യത്തിന് പിടിവാശി എടുത്ത് അവള് ശകലം പോലും മാറത്തില്ല. അവക്കറിയാലോ ഞാൻ അവളുടെ ചേട്ടത്തിയെന്ന്. തലമൂപ്പ് എന്ന് പറഞ്ഞ എന്താ? അത് നമുക്ക് ജന്മന കിട്ടണ മൂത്തവരെ ബഹുമാനിക്കുക. നാള് എന്റെ കൂടെ ജീവിച്ചിട്ട് അവൾ അത് പഠിച്ചില്ല. അതിപ്പം മുല്ലപ്പൊമ്പൊടി ഏറ്റി കിടക്കും കല്ലിനും ഉണ്ടാ സൗകര്യം എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് അത് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ നന്മ, നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങളുടെ ആ ഒരു പുണ്യം, കൈപുണ്യം, കാരുണ്യം അത് നമുക്ക് കിട്ടിയ. വേറൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർത്തത്, എന്ത് അവിടെ വെച്ചല്ലെങ്കിൽ ഞാനത് ചോദിച്ചേനെ. അവക്ക് അവള് ചുരിദാറല്ലേ ഇപ്പോഴും ഇടുന്നത്? ഞാനത് പറഞ്ഞു. ഞാൻ പേടി നീ എപ്പോഴും ചുരിദാറല്ലേ ഇടുന്നേ. തങ്കം ചേട്ടത്തി 24 മണിക്കൂർ സാരി. ഈ കടയിൽ പോണെങ്കിൽ ഞാൻ ഈ സാരി എടുത്തോണ്ടല്ലേ പോകും. കഷ്ടം. അപ്പൊ അവള് പറയുക
ഈ സാരി ഞാൻ എടുക്കും. എൻ്റെ ക്ലീറ്റോ മച്ചമ്മ എനിക്ക് കൊണ്ടുവന്ന ഡാൻസ് സ്കൂളിൽ എന്തോ ഫംഗ്ഷൻ ഉണ്ടോ അന്ന് അവളത് ഉടുത്തോണ്ട് പോകുന്നു. ഓഹോ, നീ വിശ്വസിക്കണ്ടോ ക്ലീറ്റ് അവക്ക് വേണ്ടി കൊണ്ടുവന്നു? അങ്ങനെ ഉണ്ട്, അവിടെ വെച്ച് അവിടെ കൊടുത്താ പോരെ. ഇവിടെ വന്ന് എടുത്തോണ്ട് പോകുമ്പോ തങ്കഞ്ചേട്ടത്തെടുത്തൊരു ചേച്ചി ചേച്ചി ഞാനിത് എടുത്തോട്ടെ ഒരു വാക്ക് എന്തെല്ലാം കാര്യത്തിന് ഞാൻ അവളുടെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും സപ്പോർട്ട്, പക്ഷെ ഇതിനെ മാത്രം കാര്യം നിങ്ങൾ അതേപോലെയാണ് എൻ്റെ മനസ്സിൽ. ഇത് മാറ്റിയതാണോ ഈ സ്നേഹം അവള് മനസ്സിലാക്കാതെ പോലെ തങ്കച്ചേട്ടത്തി? ഇവിടെ എങ്ങനെ എന്റെ കുടുംബത്തിൽ വന്ന് ചോദിച്ചു? കാര്യം 10,000 രൂപയുടെ ഒരു സാരി അല്ലേ, ഫംഗ്ഷൻ ഇങ്ങോട്ട് കൊടുത്തിട്ടൊന്ന് തരാം. തങ്കച്ചേട്ടത് എടുത്തോളം കൊടുക്കത്തില്ലേ? എന്തെല്ലാം കൊടുത്തേക്കുന്നു? ബന്ധമല്ലേ വലുത്. പിന്നെ ഒരു മതിന്റെ അപ്പുറത്തിരുന്നോണ്ട് നല്ല ചൂടാട്ടോ അവക്കും ഒട്ടയ്ക്കും. ഇതെന്തുവാ ചേച്ചി ഒരു ഇടിയപ്പം എടുത്തേക്കുന്നത്? അറിയത്തില്ലേ, ഞാൻ പെതിയെ കൊച്ചിലെ പോലും കറിയിടും. കൊള്ളാമോ? സൂപ്പർ. പിന്നെ ചേച്ചി വേറെന്തൊക്കെ പറഞ്ഞു? കഴിക്കട്ടെ. ഞാൻ പറഞ്ഞു നിസ്സാര ഒരു സാരിയുടെ കാര്യമില്ലയോ, വലിയ പെണ്ണ് കൊണ്ടുപോയി അപ്പൊ മാറിയും തുരിഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ എന്റെ അടുത്ത് പറയുക, ഇല്ല എപ്പോഴും ചുരിദാറിൽ ഇടാറില്ലേ, അവള് വല്ലപ്പോഴും അല്ലേ സാരി കൊടുക്കത്തുള്ളൂ, എല്ലാ പരിപാടിക്ക് ഞാനല്ലേ സാരി കൊടുത്തോണ്ടെന്ന് ചാടും. എനിക്കറിയാം. ഞാൻ ചുരിദാർ മാത്രമാണ് ഇടുന്നത്, ഞാൻ വല്ലപ്പോഴും ആണോ സാരി കൊടുക്കുന്നത്? ആണോ? ഇക്കാര്യം പറഞ്ഞപ്പോഴേ വായടഞ്ഞ. നല്ല കാര്യം. എന്തായാലും അച്ചാച്ചൻ ഉരുളക്ക് പോലെ മറുപടി കൊടുത്തല്ലോ. കൊടുക്കാതിരിക്കാൻ പറ്റൂ? നമ്മളൊരു ജോലിയാണല്ലോ. ഞാനാണ് അങ്ങോട്ട് വഴക്കിനി വന്നത്? ഞാൻ എന്റെ വീട്ടിൽ ഇവിടെ സമാധാനത്തിൽ ഇരിക്കുവായിരുന്നല്ല, ചേച്ചിയല്ലേ ഇവിടെ വന്ന് അട്ടഹസം മുഴക്കിട്ട് പോയത്? ഒരു വാക്ക് പോലും പറയാതെ എടുത്തോണ്ട് പോയത് എന്തിനാ? ഒരു വാക്ക് ഞാൻ എന്റെ ക്ലീറ്റോ ചേട്ടൻ്റെ അടുത്തല്ലേ വാങ്ങിച്ചോണ്ട് പോയത്, ഞാൻ പിന്നെ വേറെ ആരോട് ഒരു വാക്ക് പറയണം? അപ്പൊ അവരുടെ പെൺപുലിയിൽ ഏതോ ഒരു പെങ്കൊച്ചിന്റെ വീടിന്റെ ബാലികാച്ചിന് എടുത്തോണ്ട് പോവാൻ സ്വപ്നം കെട്ടി, അതൊന്നും നടന്നില്ല, അവൾ എന്തുവാ കാണിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞേ, ലില്ലിപ്പണ്ണി സാരി കൊടുത്തൊരു ഡാൻസ് സ്കൂളിൽ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകാനിരിക്കുവാണ്. നന്നായി. അന്നേരം എന്റെ ലില്ലിപ്പണ്ണയാ ഒരു കഷ്ണം കിട്ടെ മതിയാ. പഴശ്ശിരാജയിലെ മമ്മൂട്ടിയുടെ കുതിര ചനയ്ക്കുന്നൊരു ചെനച്ചൊരു വരവ്, അവൾ ഇത് കൊടുത്തോണ്ട് പടി ഔട്ടത്തില്ലെന്ന്. അതൊന്ന് കാണണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഫംഗ്ഷന് പോകുമ്പോ ഈ സാരി തന്നെ എടുത്തോണ്ട് പോകും. ഇനി ക്ലീറ്റോ ചേട്ടൻ വന്ന് എങ്ങാനും ചോദിക്കുവാണെങ്കിൽ ഞാൻ കൊടുക്കും. അല്ലാതെ അത് കൊടുക്കുന്ന ഒരു പ്രാവശ്യം കൊടുത്തിട്ടേ കൊടുക്കത്തുള്ളൂ. എന്തായാലും ലില്ലിപ്പണ്ണ് സ്നേഹത്തോടെ വന്നിട്ട് ക്ലീറ്റോ പറ്റുമ്പോ തിരിച്ചു ചോദിക്കുന്നുണ്ടോ? അത് ചോദിക്കത്തില്ലല്ലോ. ക്ലീറ്റോ ചേട്ടൻ നല്ല സന്തോഷത്തോടെ എനിക്ക് തന്നത്. പിന്നെ അല്ലാതെ എപ്പോഴും ഉള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞിങ്ങനെ ഒന്ന് ബഹളം വെച്ചിട്ട് പോണം. ഒരു വർഷം കൂടെ തരട്ടെ, ഇടിയപ്പം എടുക്കാം കൂടെ എടുക്കാം. എന്താ അച്ഛമ്മയോടെ പോയി ചേട്ടത്തി? ക്ലീറ്റോ ഒരു സാരി മേടിക്കാൻ പോയേക്കോടാ, മറ്റുള്ളവർക്ക് എടുത്തോണ്ട് പോവാനേ. അച്ഛാ, ക്ലീറ്റോ ചേട്ടൻ എന്റെ ആങ്ങളെയാണെങ്കിൽ ഇനിയും ഞാൻ സാരി എടുത്തോണ്ട് പോകും. റൊണാൾഡേ, സാരി എടുക്കാൻ വേണ്ടി 2 കാലില് വരൂലേ, തിരിച്ച് സാരിയും കൊണ്ട് ഇറങ്ങി പോകുമ്പോഴേ കാലിന്റെ മുട്ട അവിടെ കിടക്കും, തല്ലി ഞാൻ ഒടിക്കും. അച്ഛാ, എന്റെ കൈക്ക് വല്ല കുരുവുണ്ടോ? എന്റെ കൈ പൊങ്ങൂലേ? റൊണാൾഡേ, അല്ലെങ്കിലേ സാരി എടുത്തോണ്ട് പോയപ്പോ മനസ്സിലായി ആ കയ്യിൽ ഒരു കുരുവില്ലാന്ന്. പിന്നെ റൊണാൾഡേ, എടുത്തോണ്ട് പോണതൊക്കെ പോട്ട്, ഇത് ഉടുക്കണോന്ന് കാണണമല്ലോ, ഒളിപ്പിച്ച് വെക്കാനേ പറ്റുള്ളൂ. അച്ഛാ, ഞാൻ ഒരു സ്ഥലത്തും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. എന്റെ ബെഡ്റൂമിൽ എന്റെ അയയിൽ ഞാൻ നല്ല വിടർത്തിയിട്ടിട്ടുണ്ട്. റൊണാൾഡേ, അത് തന്നെയാ പറഞ്ഞത്, വിടർത്തി ഇങ്ങനെ ഇട്ട് കാണാം, അതെടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റൂലല്ലോ. മുറ്റത്തല്ല, റോഡേ കൂടെ പോയി ഡാൻസ് ക്ലാസ്സിലോട്ടാ പോണത് ഇത് കൊടുത്തോണ്ട്. എന്താണെന്നറിയോ, ഡാൻസ് ക്ലാസ്സിൽ ഒരു കുഞ്ഞു ഫംഗ്ഷൻ ഉണ്ട്. അത് നിന്റെ വ്യാമോഹമാണ് മോളെ, വ്യാമോഹം. നീ അത് റൊണാൾഡേ, നീ ഒരു കാര്യം ചെയ്, അലമാരിയില് ഒരു 150 ഇരിപ്പുണ്ട്, അതിന് കിട്ടണ കരിയോയിൽ മേടിച്ചിട്ട് വാ. നീ ആ സാരി ഉടുത്ത് പടിയുടെ പുറത്തോട്ട് ഇറങ്ങിയ തലവഴി ഞാൻ ഒഴിക്കും മോളെ. കരിയോയില് ഒഴിക്കോ? ആ ഒഴിക്കോ. എന്നാൽ അതൊന്ന് കാണാമല്ല. അച്ഛാ,
ബെഡ്റൂമിൽ എൻ്റെ ബാഗ് ഇരിപ്പുണ്ട്. ആ ബാഗിൽ നിന്ന് ഒരു 200 രൂപ എടുത്തിട്ട് ഒരു 2 മുഴം മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് പോവാം. ആ മുല്ലപ്പൂ എടുത്തോണ്ടാ ഞാൻ പോണത്. ആരാ കരിയോയിൽ ഒഴിക്കുന്നത് എനിക്കൊന്ന് കാണാം. ഞാൻ ഒഴിക്കോടി. എന്റെ പേര് തങ്കോന്നാണെങ്കിൽ നീ കരിയോയിൽ കുളിച്ചു നിൽക്കും. ആണോ? ആരാണ് കരിയോയിൽ കുളിക്കാൻ പോണെന്ന് കാണിച്ചു തരാം ഞാൻ. നീ എന്താ ഇത്ര എന്നെ കാണിക്കാൻ പോണത്? നീ എന്താ കാണിക്കാൻ പോണെന്ന് പറഞ്ഞ? നീ എന്താ കാണിക്കാൻ പോണെന്ന്? ചേച്ചി കണ്ടോ എന്താ കാണിക്കുന്നത്? കാണാം. നീ എന്റെ സാരി എടുത്തിട്ടല്ലേ പോയത്? അതെ, കാണാം. എടുക്കണ്ടോടാ. നല്ല ഫ്രഷ് മുല്ലപ്പൂ വാങ്ങിക്കണം. ചെല്ലുപോ. വാടാ, പൈസ എടുത്തരാം. ബാ, ഞാൻ ആദ്യം പൈസ. വന്നിട്ട് കുറെ നേരം ആയല്ലോ വീട്ടിൽ കയറാൻ പറ്റാതെ. പെങ്ങളിൽ എന്താ ഊതി തന്നോണ്ടിരുന്നത്? വഴക്കിന്റെ കാര്യമായിരിക്കും. ഓ, അപ്പോൾ ഇന്നും വഴക്ക് കൂടി. ഇന്ന് സാരം. എങ്ങനെ കൂടാതിരിക്കും? എങ്ങനെ കൂടാതിരിക്കും? എന്റെ കൺമുമ്പിൽ നിന്ന് എന്റെ സാരി അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ ഞാൻ വഴക്ക് കൂടുവോ ഇല്ലയോ? കണ്ടത് ഞാൻ സാരി ഇതുവരെ വിട്ടില്ലേടി. അതെങ്ങനെ വിടും? അല്ല, ക്ലീറ്റോന്റെ ഒരു മുതലാണ് ആരെങ്കിലും എടുത്തിട്ട് പോയെങ്കിൽ വിഷമം ഉണ്ടാവൂലേ? ഇത് ക്ലീറ്റോ എനിക്ക് വേണ്ടി മേടിച്ചിട്ട് വന്ന എന്റെ സാരി എന്നോട് ചോദിക്കാതെ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയതാണ്. തട്ടിപ്പറിച്ച്. അംഗം, കുറേ വർഷം മുമ്പ് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം നീ തട്ടിയെടുത്തോണ്ട് വന്നു. എന്ത് സാധനം? അവളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആങ്ങളെ നീ തട്ടിയെടുത്തോണ്ട് വല്ല പരാതി അവള് പറയണ്ടോ അതിനെതിരെ? ഇല്ലല്ലോ. ഇന്നൊരു സാരിയല്ലേ, അതങ്ങ് ക്ഷമിച്ചു കള. നീ ക്ഷമിക്കാൻ പറ്റൂല. അത് തന്നെയാണ് പറഞ്ഞത്. എന്നോട് വന്ന് ചോദിക്കുകയാണ്, ചേച്ചി ആ സാരി എനിക്കൊന്ന് ഉടുക്കാൻ തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കുമല്ലോ. ഇത് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അനുവാദം ഇല്ലാതെ മേടിച്ചതാണ്. അവളെ പോലെ തന്നെ. അല്ലെങ്കിൽ തന്നെ പോട്ടെ ക്ലീറ്റോ, അവള് എപ്പോഴും സാരി ഉടുക്കുന്ന ഒരുത്തിയാണോ? ഞാനല്ലേ 24 മണിക്കൂർ സാരി എടുത്തുകൊണ്ട് നടക്കുന്നത്? അവള് ചുരിദാറിട്ടല്ലേ നടക്കുന്നത്? അതെ, അവൾക്ക് ഇവിടെ അത് വന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് അവൾ അത് എടുത്തുകൊണ്ട് പോയത്. എൻ്റെ പെങ്ങള്, നിന്റെ ആങ്ങളയുടെ ഭാര്യ. ഇനി ഇതിലപ്പുറം ഇനി എന്തോ വേണം? ആ ചിന്ത അവക്ക് വേണമായിരുന്നു. ഒരു കാര്യം നീ അവളുടെ ആങ്ങളയുടെ ഭാര്യയാണ് ഞാൻ, അവളുടെ ചേടത്തി. അത് അവള് ചിന്തിച്ചില്ലല്ലോ. ഞാൻ ചെന്ന് ചോദിച്ചു, എന്നിട്ട് തന്നില്ല. നീ ഒരു കാര്യം, നിന്നെക്കാളും 4-5 വയസ്സ് ചെറുപ്പമാണ് അവള്. അവൾ കൊച്ചു കുട്ടിയല്ലേ? അയ്യോ, എന്നാ കുണുവാവേനൊരു വെറ്റിക്കോട്ടിട്ടുണ്ട് നടത്തിക്കും. അത്ര കൊച്ചു കുട്ടിയാണ്. എന്താ, ഒന്നാമത് കനകൻ ഇവിടെ ഇല്ല. അവൻ കേസ് അന്വേഷണമായിട്ട് തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഇനി അവൻ വിളിക്കുമ്പോൾ ഇതിൻ്റെ പേരിൽ വഴക്കെന്നൊക്കെ പറഞ്ഞാൽ അവനും മനസ്സ് വിഷമിക്കും. അവന് കാര്യങ്ങൾ അറിയാം. അവൻ്റെ പെങ്ങൾ ഒരു കാര്യത്തിന് അനാവശ്യമായിട്ട് വഴക്കിന് പോവില്ല എന്ന് അവന് നന്നായിട്ടറിയാം. ഇവളിത് എൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയത് പോരാഞ്ഞിട്ട് അവൾ എന്നോട് വെല്ലുവിളിക്കുന്നു. അവളുടെ ഡാൻസ് ക്ലാസ്സിൽ എന്താണ്ടും പരിപാടിക്ക് എൻ്റെ മുമ്പിൽ കൂടി അത് എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ ചെവിക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ ചെവിക്കാണ് കുഴപ്പം. അവളിതേ ഇങ്ങോട്ടൊക്കെ എൻ്റെ മുമ്പിൽ കൂടി അത് എടുത്തുകൊണ്ട് പോവോ? കരിയോയിൽ ഞാൻ ഒഴിക്കും. തങ്കത്തിനെ ഒരു വാക്കേ ഉള്ളൂ. എന്തൊരു കഷ്ടമാണിത്. മുല്ലപ്പൂ കരിയോയിൽ. എന്താ വിശേഷം? പച്ചമ്പി കൊടുത്ത സാരി ഫംഗ്ഷൻ ഉടുത്തോണ്ട് പോകുമ്പോൾ അണിയാൻ വേണ്ടിയിട്ട് ലില്ലിപ്പെണ്ണിന് ഒരു കെട്ട്. താഴെ ഇടല്ലേ, അവൾ എടുത്തോണ്ട് പോകാനും. മുല്ലപ്പൂ സാരി ഉടുത്ത് ഈ മുല്ലപ്പൂ അണിഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ സാരിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് തങ്കം ചേട്ടത്തി പറഞ്ഞ കരിയോയിൽ. ഇവളുമാരി സാരി പ്രശ്നം വിട്ടില്ലേ? കിട്ടട്ടില്ല. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ എന്തെങ്കിലും കുണ്ടക്കരോട്ട് ഒരു രാത്രിക്കപ്പുറം പോകുന്നതല്ല. ഇത് ഭയങ്കര ഒരു ഭൂകമ്പത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ആ ഭൂകമ്പം കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൊടകാവളെ പോയി 2 ദിവസം നിന്നിട്ട് വരാം. അല്ല ഇതേ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. അവളെ ലില്ലിപ്പെണ്ണേ വേണ്ടേ? ലില്ലേ എന്തോ അതെ വാങ്ങിച്ചാ? ആയി നല്ല ലില്ലിമോളെ, എന്തോ നീ ആ സാരി ഒന്നും എടുത്തോണ്ടോ? എന്തിനാ? ആവശ്യമുണ്ട്. ഞാൻ അവിടെ തേച്ചിട്ടേക്കുവാ. ആയിക്കോട്ടെ, നീ അങ്ങ് എടുത്തോണ്ട് വാ. ചേച്ചിക്ക് കൊടുക്കാനാണോ? ചേച്ചിക്കൊന്നും ഞാൻ കൊടുക്കൂല. നീ അങ്ങ് എടുത്തോണ്ട് വാ, ചെറിയൊരു ആവശ്യമുണ്ട്. തങ്കം ഇങ്ങോട്ട് വാ. എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? സാരി പ്രശ്നം വിട്ടില്ല നീ?
അവള് സാരി എടുത്തോണ്ടാ നീ കരിയിൽ ഒഴിക്കുന്നു പറഞ്ഞു. എന്റെ കൊക്കിന് ജീവൻ. ആ ഒഴുക്കി മേടിച്ചാടാ. അങ്ങോണ്ടാ ഇങ്ങോണ്ടാ. എന്താ തങ്കത്തിനെ ഒരു വാക്കുള്ളൂ, ഇങ്ങ് കൊണ്ടുവരാ. എടാ ഇത് ചോദിക്കാൻ വേണ്ടിട്ടാണോ വിളിച്ചത് തന്നെ? അല്ല നിങ്ങളെന്താ കുട്ടികളി കളിക്കാണ്? ഒരു കുട്ടിക്കളിയല്ല. അതെന്താ ക്ലീറ്റ എന്റെ ഭാഗത്ത് നിൽക്കാതെ അവളുടെ ഭാഗം മാത്രം ചിന്തിക്കുന്നത്? നിങ്ങളുടെ ഭാര്യയല്ലേ? അങ്ങോട്ട് കൊണ്ടോ. ആ അങ്ങനെ വഴിക്ക് വാ. തടി ഇങ്ങോട്ട് കൊണ്ടോ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ലേ? ഇത് ഞാൻ കൊണ്ടുവന്ന സാരിയല്ലേ? എന്നിങ്ങനെ ചൂടാവണം എന്തിനാ? ഈ സാരി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തായാലും ഈ സാരി ഈ വീട്ടിലുള്ള നിങ്ങൾക്ക് കൊടുക്കാൻ യോഗമില്ല കേട്ടോ. ഉണ്ടോണ്ടേ നീ എന്തായാലും കൊടുങ്ങാവളെ പോയല്ലേടാ? അതെ. ഇത് കൊണ്ടുപോയി റോസ്മേരിക്ക് കൊടുക്കുക. അയ്യോ ഞാൻ പോവാറടി. കൊടുക്കാൻ യോഗ്യത ഉള്ളത് അവളാണ്. കൊണ്ടുകൊടു കേട്ടാ. ക്ലീറ്റ മച്ചമ്പി മേടിച്ചെന്നു പറഞ്ഞേക്കാം. അയ്യാ നീ വാങ്ങിച്ചെന്നങ്ങ് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല. സന്തോഷം കേട്ടോ. നിനക്കൊക്കെ അതികുന്തോണം അതികുന്തം. നീ മുല്ലപ്പൂ വെച്ചിട്ട് വാ. അവൾ ആ കരിയിൽ വാങ്ങിച്ചു ഒഴിക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടി കൂടും. വെട്ടി ചാവും. തൃപ്തിയല്ലേ ചേച്ചിക്ക്? നിനക്ക് തൃപ്തിയായല്ലോ. ഞാനതൊന്നും എടുത്തിട്ട് തരുമായിരുന്നല്ലേ ചേച്ചിക്ക്? ആഹാ അപ്പൊ ഞാൻ എടുത്തിട്ട് തരുമായിരുന്നില്ലേ? അത് പറഞ്ഞ ചേച്ചി. നീ പറഞ്ഞ? ആഹാ ശരിക്കും നിന്റെ മേത്ത് കരിയോയില് തന്നെ ഒഴിക്കണം. എന്നാ ഒഴുക്കി ആ, ഒഴുക്കി ഞാൻ നിന്ന് തരാം. നിനക്കൊരു വിചാരമുണ്ട് നീ കൊടങ്ങാമളയിലെ മറ്റേ വലിയ അത് തന്നെയാണ് എന്റെ ദേഹത്ത് ഒഴിച്ചാൽ ചേച്ചിയുടെ തലവഴിയല്ലോ. നിനക്കൊക്കെ ഇനി തീർന്നില്ലടി അതികുന്തം. ഇങ്ങോട്ട് വരൂ. കേറ്. Aliens.